രോഹിത്, ധന്യ, ഏറെ ചർച്ചയായിരിക്കുന്നു പിണറായി വിജയൻ അൻവർ വാർത്താ സമ്മേളനങ്ങൾ. മാറി മാറി ഇരുവരും വാർത്താ സമ്മേളനങ്ങൾ നടത്തുന്നു, പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഇതിലെല്ലാം മലയാളികൾ ഇങ്ങനെ കാതോർത്തിരിക്കുകയാണ്. അപ്പോൾ ഈ നേരത്തെ ഉള്ളൊരു ആരോപണമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ RSSന് കീഴടങ്ങി ഒന്ന് കുനിഞ്ഞു നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ മകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള ആരോപണങ്ങൾ കുറച്ച് നാൾ മുന്നേ മുതൽ പല ഭാഗത്തു നിന്നും വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ PV അൻവർ ഏറ്റവും ഒടുവിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വീണയുടെ പേരൊന്നും പറഞ്ഞില്ല, പക്ഷേ മുഹമ്മദ് റിയാസിൻ്റെ പേര് പറഞ്ഞിട്ടാണ് ആക്രമിക്കുന്നത്. അത് ശരിക്കും ഈ വീണയുടെ കമ്പനിയും അത് ചേർത്തിട്ടല്ലേ പറയുന്നത്? ഇന്നലെ രാത്രിയിൽ മീഡിയ വണ്ണിന് PV അൻവർ കൊടുത്തൊരു ഇൻ്റർവ്യൂ ഉണ്ട്, പ്രമോദത്തിന്. അതിൽ PV അൻവർ കൃത്യമായി പറയുന്നു, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ ചുറ്റുപാട് നടക്കുന്ന ഒന്നും അറിയില്ല. അദ്ദേഹത്തിൻ്റെ ഇരിച്ചെവികളിൽ നിന്നായി ADGPയും അദ്ദേഹത്തിൻ്റെ P ശശിയും മുഹമ്മദ് റിയാസും മകളുടെ പേരോടെ പറയുന്നുണ്ട്. ഈ 4 പേര് പറഞ്ഞു കൊടുക്കുന്ന ലോകം മാത്രമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റേത്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ജ്വലിച്ചു നിന്ന സൂര്യനായിരുന്നു പിണറായി വിജയനെങ്കിൽ മുഹമ്മദ് റിയാസിൻ്റെ വരവോടുകൂടി ആ ജ്വലനം ആളിക്കത്തിക്കേണ്ടുന്ന മുഹമ്മദ് റിയാസ് ആ പ്രകാശത്തെ തല്ലിക്കെടുത്താനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയത് എന്ന് കൃത്യമായി PV അൻവർ പറയുന്നുണ്ട്. ഇത് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. കാരണം സ്വന്തം മകളുടെ ഭർത്താവായ മുഹമ്മദ് റിയാസിന് മന്ത്രിസ്ഥാനം കൊടുക്കുന്നതിന് വേണ്ടി ശൈലജ ടീച്ചറിനെ അടക്കം ആവശ്യമില്ലാത്ത നിബന്ധനകൾ ഉണ്ടാക്കി മാറ്റി നിർത്തി മകളുടെ ഭർത്താവായ മുഹമ്മദ് റിയാസിന് ന്യൂനപക്ഷ സമുദായ അംഗം എന്ന പരിഗണന കൂടി ചാർത്തി കൊടുത്ത് കേരളത്തിലെ പ്രധാനപ്പെട്ട വകുപ്പായ പൊതുമരാമത്ത് വകുപ്പും ടൂറിസം വകുപ്പും കൊടുത്ത് മന്ത്രിസഭയിലെ രണ്ടാമനെന്ന് വേണമെങ്കിൽ പറയത്തക്ക രീതിയിലാണ് കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചത്. അപ്പോൾ AN ഷംസീറിനെ പോലെയുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് മുഹമ്മദ് റിയാസിനോടൊപ്പം തന്നെ നിന്ന് DYFയുടെയും SFയുടെയും CPMൻ്റെയും ഒക്കെ കൊടി പിടിച്ചു വന്ന യുവ നേതാക്കന്മാരെ മാറ്റി നിർത്തി സ്പീക്കർ സ്ഥാനത്തേക്ക് ഒതുക്കി. ആ ഒതുക്കൽ കണ്ടപ്പോൾ നമുക്ക് ഓർമ്മ വന്നത് 2016 തിരഞ്ഞെടുപ്പാണ്. 2016 കേരളം മുഴുവൻ ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നപ്പോൾ അതിൻ്റെ ഏറ്റവും മുന്നിൽ ഉയർന്നു നിന്ന ആളുടെ ചിത്രം VS മുഷ്ടി ചുരുട്ടി നിൽക്കുന്ന ചിത്രവും പിന്നിൽ കോടിയേരി ബാലകൃഷ്ണനും ഈ പറയപ്പെടുന്ന പിണറായി വിജയനും കാനം രാജേന്ദ്രനായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറി. ഇവർ 4 പേരുടെ പടങ്ങളാണ് എല്ലായിടവും ഉയർന്നു നിന്നത്. പക്ഷേ എന്താ സംഭവിച്ചത്? ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ പിഡൽ കാസ്ട്രോയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കരുവേപ്പില പോലെ അദ്ദേഹത്തെ എടുത്തൊരു ഭരണപക്ഷ കമ്മീഷൻ ചെയർമാനാക്കി മാറ്റിയിരുത്തുന്ന ഒരു കാഴ്ചയുണ്ട്. അതെ, അനിയത്തിയെ കാണിച്ചിട്ട് ചേച്ചിയെ കല്യാണം കഴിപ്പിക്കുന്ന പരിപാടിയാണ് പിണറായി വിജയൻ സർക്കാരിന്റെ തുടക്കം. അതെ, അതാ ഞാൻ പറഞ്ഞത്. അനിയത്തിയെ കാണിച്ചു, VSനെ കാണിച്ചു, കല്യാണം കഴിപ്പിച്ചു കൊടുത്തത് ചേച്ചിയെ എന്ന് പറയുന്ന പോലെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്നു. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തിലേക്ക് നടന്നു നീങ്ങാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രവർത്തനങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ ഇതിനെ ജനകീയമാക്കി നിർത്തിയ ആളുടെ പേര് KK ശൈലജ എന്നാണ്. KK ശൈലജ ടീച്ചറിനെ മന്ത്രിസ്ഥാനത്ത് കൊണ്ടുവരും, അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകും, അല്ലെങ്കിൽ ഈ 10 വർഷം പൂർത്തീകരിച്ച് 11ാം വർഷം വീണ്ടും ഒരു തുടർഭരണം ലഭിച്ചാൽ KK ശൈലജയായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നൊക്കെ വിചാരിച്ചിരുന്ന ആളുകൾക്ക്, അതുകൊണ്ട് തന്നെയാണ് മട്ടന്നൂരിൽ ശൈലജ ടീച്ചർക്ക് കിട്ടിയ ഭൂരിപക്ഷം റെക്കോർഡ് ഭൂരിപക്ഷമാണ്. ആ ടീച്ചറിനെ പോലും മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥയിലേക്ക് ഇടതുപക്ഷം പോയി. അപ്പോൾ അതെന്തിനായിരുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ കാരണമേ ഉള്ളൂ, മകളുടെ ഭർത്താവായ മുഹമ്മദ് റിയാസിനെ മന്ത്രിസഭയിൽ കൃത്യമായി അക്കോമഡേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. രോഹിത്, ഇതിലിപ്പോൾ PV അൻവർ ഉന്നയിക്കുന്ന ഏറ്റവും വലിയ ആരോപണങ്ങൾ ഈ സ്വർണ്ണക്കടത്ത് കേസ്, അത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കർ അകത്തായി, അതോടുകൂടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ എത്തിയിട്ട് മുഖ്യമന്ത്രിയിലേക്ക് എത്തിയില്ല. കൊടകര കുഴൽപ്പണ ഇടപാട് കേസ്, അതും ഒതുക്കി തീർക്കാനുള്ള ശ്രമങ്ങൾ നടന്നു. ഈ എക്സാലോജിക്ക് പിണറായിയുടെ മകളുമായി ബന്ധപ്പെട്ട SFIO ഒക്കെ വന്ന് അന്വേഷിച്ചു. നമ്മൾ കരുതി ഇപ്പോൾ പിണറായിയുടെ മകൾ അകത്താകും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷെ പിന്നീട് അന്വേഷണം എവിടെ എത്തിയെന്നറിയില്ല. അപ്പോൾ ഇത്തരത്തിൽ മകളെ സംരക്ഷിക്കാനും തൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി പാർട്ടിയുടെ പ്രഖ്യാപിത നയങ്ങളെ പോലും തള്ളിപ്പറയാൻ മടിക്കാത്ത ഒരു മുഖ്യമന്ത്രിയായി പിണറായി മാറിക്കഴിഞ്ഞു. പാർട്ടിക്ക് പ്രഖ്യാപിത നയങ്ങളൊന്നും ഇല്ലല്ലോ. CPM എന്താ പ്രഖ്യാപിത നയങ്ങളുള്ളത്? പിണറായി വിജയൻ പറയുന്നതാണ് അവരുടെ നയങ്ങൾ. ഇപ്പോഴത്തെ അവസ്ഥ, അതായത് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറിയായി കരുത്തനായി VSന് വയ്യാതായപ്പോൾ തൊട്ട് ആ പാർട്ടിയിൽ ഒരാൾ പോലും പിണറായിയെ ചോദ്യം ചെയ്യാതില്ലാതെ പോയി. VSനെ പോലും അത്രയും കരുത്തനായി പ്രസ്ഥാനം ഇവിടെ ഉണ്ടാക്കിയെടുത്തവരിൽ ഒരാളായ VSനെ പോലും ഒതുക്കിയിരുത്താൻ പാർട്ടിക്ക് VSനെ ശാസിക്കാൻ വരെ പാർട്ടി വളർന്നു പിണറായി വിജയന്റെ തണലിൽ. അങ്ങനെ പിണറായി വിജയൻ എന്ന് പറയുന്ന ഏകാധിപത്യ ഭരണാധികാരി താൻ പറയുന്നതാണ് ശരി. പഴയൊരു കഥയുണ്ട്, രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയാൻ ആരുമില്ലാത്തൊരു രാജ്യത്തിലായിരുന്നു ഈ പറയപ്പെടുന്ന ആളുകൾ ജീവിച്ചുകൊണ്ടിരുന്നത്. അവിടെയാണ്
ഈ രാജാവ് നഗ്നനാണ് എന്ന് പറയാൻ ഒരു ഹീറോ ഉദയം ചെയ്തു. ആ ഹീറോയുടെ പേരാണ് പി വി അൻവർ. ഞാൻ അങ്ങനെയാണ് അദ്ദേഹത്തെ വിളിക്കാൻ ആഗ്രഹിക്കുന്നത്. നോക്കൂ, നമ്മളെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇയാളെ തിരുത്താൻ ആരുമില്ലേ. ആ തിരുത്താൻ ഒരാൾ വന്നു. പക്ഷെ വന്ന ആളുടെ അവസ്ഥ എന്താ? അയാളുടെ വീട്ടുമുറ്റത്ത് പോലും വിലറ്റലും വിലപോഷലും ഇങ്ങോട്ട് വേണ്ട എന്ന് പറഞ്ഞ അയാൾക്ക് വോട്ട് ചെയ്ത് ഇന്നലെ വരെ പി വി അൻവറിന് ജയ് വിളിച്ചവർ തിരിച്ചു വന്നിരുന്ന് പറയാൻ അങ്ങനെ കരുത്ത് കാട്ടുന്ന നേതാവിന്റെ പേരാണ് പിണറായി വിജയൻ. അത് നമ്മൾ പറയണം. പക്ഷേ അത് കരുത്താണ്, ഗുണ്ടായിസം അല്ല. അതല്ല ഞാൻ പറയും, എന്തോ ആയിക്കൊള്ളട്ടെ, അത് ഗുണ്ടായിസമാകട്ടെ, അയാൾ വില്ലനായിക്കോട്ടെ, അയാൾ അസുരനായിക്കോട്ടെ, പി വി അൻവർ ദേവനായിക്കോട്ടെ. ഈ അസുരനൊപ്പം നിൽക്കാൻ പ്രജകളുണ്ട്, അണികളുണ്ട്, ഒരു പടയുണ്ട്. ഇവിടെ പി വി അൻവർ ഒറ്റപ്പെടും. ഈ മാധ്യമങ്ങൾ പി വി അൻവറിനെ പൊക്കിക്കൊണ്ട് നടക്കുന്നു. ഈ ഇതിന്റെ ഒന്ന് പോട്ടെ, അടുത്തൊരു വാർത്ത വരട്ടെ, വലിയ താഴെ ഇടും. പി വി അൻവറിന്റെ അവസ്ഥ എന്താ? പി വി അൻവറിന് ഒന്നെങ്കിൽ വേണമെങ്കിൽ UDF-ലേക്ക് പോവാം, കോൺഗ്രസിലേക്കോ മുസ്ലിം ലീഗിലേക്ക് പോവാം. അവിടെ ചെന്നാലും അവരെ ഏറ്റവും കൂടുതൽ രാഹുൽ ഗാന്ധിയുടെ പിതൃത്വത്തിൽ അന്വേഷിക്കണം, DNA പരിശോധന നടത്തണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ രാഹുൽ ഗാന്ധി നല്ലതാണെന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോ പി വി അൻവറിന്റെ ഗതി എന്താകുമെന്ന് നമുക്ക് പ്രഡിക്റ്റബിൾ ആണ്. പക്ഷെ പി വി അൻവർ ഇപ്പൊ കാണിക്കുന്ന തന്റെ ഇടം, എടാ നാളെ മരിച്ചു വീണാലും മരിക്കുന്നത് വരെ പോരാടുക എന്നൊരു രീതിയിൽ പി വി അൻവർ മുന്നോട്ട് വെക്കുന്ന തന്നെ ഇപ്പോഴും നിലപാടുകൾ മാറ്റാം. നമ്മളെന്താ വിചാരിച്ചേ? മുഖ്യമന്ത്രി മുഖം കറുപ്പിച്ചു, കണ്ണുരുട്ടി, പി വി അൻവർ ഒതുങ്ങും, അവിടെയാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷെ മുഖ്യമന്ത്രിയോട് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്, EMS നമ്പൂതിരിപ്പാട് CPM-ലേക്ക് വന്നത് എവിടെ നിന്നാണെന്ന് ചോദിക്കുന്നുണ്ട്. താൻ കോൺഗ്രസ്, അയാൾ ഏത് പ്രസ്ഥാനത്തിൽ നിന്ന് വന്നവരായിക്കൊള്ളട്ടെ, ഇപ്പം നിൽക്കുന്ന പ്രത്യയശാസ്ത്രപരമായ അടിസ്ഥാന തത്വങ്ങളെ അയാൾ മുറുകെ പിടിക്കുന്നുണ്ട്. ഈ ഇടതുപക്ഷത്തിന് വേണ്ടി ഘോരഘോരം വാദിക്കുന്നുണ്ട്. ഇവിടുത്തെ ഡിജിറ്റൽ മീഡിയകളൊക്കെ പിണറായി വിജയന് നേരെയും ഇടതുപക്ഷത്തിന് നേരെയും തിരിഞ്ഞപ്പോൾ അവർക്ക് നേരെ നെഞ്ചു വിരിച്ചു നിന്ന ആളുടെ പേര് പി വി അൻവർ. അപ്പൊ അതിൽ പലതിലും തെറ്റുണ്ട്. ഞാൻ പി വി അൻവറിനെ ആ കാര്യത്തിൽ ഒരു വിധത്തിലും സപ്പോർട്ട് ചെയ്യല. പക്ഷെ ഈ RSS-ഉമായിട്ടുള്ള പിണറായിയുടെ ബന്ധം, പാർട്ടി എന്ന് പി വി അൻവർ പറയുന്നില്ല, പിണറായിയുടെ ബന്ധം, RSS-ന്റെ മുന്നിൽ തല കുമ്പിട്ട് ഈ BJP-ക്ക് മുന്നിൽ RSS-ന്റെ മുന്നിൽ തല കുനിക്കുന്ന ഒരു നിലപാട് മുഖ്യമന്ത്രി എടുത്തു. പാർട്ടി എന്നല്ല അൻവർ പറയുന്നത്, മുഖ്യമന്ത്രി എടുത്തു എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയാണ് പാർട്ടി, പാർട്ടിയാണ് മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ അത് പാർട്ടി നിലപാടായിട്ട് നമുക്ക് കണക്കൂട്ടാം. നമുക്ക് അതിനെ അങ്ങനെ വ്യാഖ്യാനിക്കാം. പി വി അൻവർ എന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിച്ചല്ലേ പറ്റൂ. ഇന്നലെ വരെ പിണറായി വിജയനാണ് ശരി, പിണറായി വിജയനാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്, പിണറായി വിജയൻ പറയുന്നതാണ് ശരി, അദ്ദേഹമാണ് എല്ലാം എന്ന് പറഞ്ഞു തുറന്ന പി വി അൻവർ പറയുകയാണ് ഇതാണ് സത്യം. നമുക്കത് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഈ പറയപ്പെടുന്ന മകളുടെ കേസുകളാകട്ടെ, ലാവ്ലിൻ കേസുകളാകട്ടെ, ഇതിനൊന്നും ഒരു ബലം വരാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവർക്ക് കൃത്യമായ പിടി കേന്ദ്രം ഭരിക്കുന്നവരുമായിട്ടുണ്ടായതുകൊണ്ടാണ്. പരക്കെ വിരട്ടലും വിലപേശലും ഇങ്ങോട്ട് വേണ്ട കേട്ടോ, ഊരിപ്പിടിച്ച വടിവാളുകൾക്കിടയിലൂടെ നടന്നു എന്നൊക്കെ അതാണ് ഡയലോഗ്. ആ ഡയലോഗുകളൊക്കെ പറഞ്ഞു പോകുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് നരേന്ദ്രമോദി നാട്ടിലെത്തുമ്പോൾ, ഇന്ത്യൻ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുമ്പോൾ ഇവിടുത്തെ മുഖ്യമന്ത്രി ആരോ ആയിക്കൊള്ളട്ടെ അയാളോടെ പോയി സ്വീകരിക്കണം. പൊതുവെ മുഖ്യമന്ത്രിയുടെ പിണറായി വിജയന്റെ ശരീരഭാഷ ഇങ്ങനെ ഒരു ചെറിയൊരു കൂനുണ്ട്. അത് നരേന്ദ്രമോദി ഒരു പതിങ്ങനാവും. ശരിയല്ലേ? അങ്ങനെയാണ്. നോക്കൂ, അത് നിന്നാ മതി. പുറത്തമ്മളി വരും ഭയങ്കര കലിപ്പ്. അതേസമയം കാണുമ്പോൾ ചിരി, ആത്മാർത്ഥമായ പിണറായി വിജയന്റെ ഒരു ചിരി കാണണമെങ്കിൽ നരേന്ദ്രമോദി കേരളത്തിലേക്ക് വരണം. അപ്പോ അതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്. അങ്ങനെ ചിരിക്കുന്നതിന് പിന്നിൽ നമ്മളൊക്കെ ശത്രുക്കളെ നാടെന്നാണ് ഇവിടുത്തെ വിഡ്ഢികളൊക്കെ അങ്ങനെയല്ല. ഞാൻ പി വി അൻവറിന്റെ പാരമ്പര്യം കോൺഗ്രസിന്റേതാണ്. പി വി അൻവർ കോൺഗ്രസ്സുകാരനായിരുന്നു, CPM മെമ്പർ അല്ല. അദ്ദേഹം CPM-ന്റെ സപ്പോർട്ടോടുകൂടി നിൽക്കുന്ന MLA ആണ് എന്നൊക്കെ പറയുമ്പോൾ, കേരളത്തില് മുഖ്യമന്ത്രി ആയിരിക്കുന്ന പിണറായി വിജയൻ പണ്ട് MLA ആയത് ഈ ഭാരതീയ ജനതാ പാർട്ടിക്ക് മുമ്പുള്ള ജനസംഘത്തിന്റെ സപ്പോർട്ടോടുകൂടിയാണ്. അപ്പം അവിടെ ഒരു വലിയ ഒരു ആത്മബന്ധം, കാവി കടുത്ത് കളറൊക്കെ ചേർത്ത് ചോമ്പാക്കി വെച്ചേക്കുന്ന ചിലപ്പോ ഒന്ന് നന്നായിട്ടൊന്ന് ചിലപ്പോ ആ കാവി കളസം അല്ല, ഈ ചുവന്ന കളസം നല്ല വെള്ളത്തിലൊന്ന് ഡിറ്റർജന്റ് ഇട്ട് കഴുകിയാൽ ചിലപ്പോ കാവ്യായിരിക്കും അത് മറിച്ച്. അല്ല, അപ്പൊ എന്റെ വേറൊരു ഡൗട്ട്, അത് മണ്ടത്തരാണോന്ന് എനിക്കറിയില്ല, എന്നാലും എനിക്ക് തോന്നിയത് ചോദിക്കുകയാണ്. അപ്പൊ ഈ മുഹമ്മദ് റിയാസ് ഇതിനിടയ്ക്ക് വരുമ്പോ ഈ കാവ്യയും മുഹമ്മദ് റിയാസും തമ്മിൽ ഒരു പൊരുത്തക്കേടില്ലേ? മുഹമ്മദ് റിയാസിന്റെ പേരാണോ പ്രശ്നം? മതമാണോ പ്രശ്നം? അങ്ങനെയൊന്നുമില്ല. ഇവിടെ എന്താ അങ്ങനെ തീവ്രവാദത്തിന് വളക്കൂറുള്ള മണ്ണുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർ പരിശ്രമിച്ചു എന്നൊക്കെ ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഈ മതമാണ് നമ്മൾ പറയുന്നെങ്കിൽ കുമ്മനം രാജശേഖരൻ ഇന്റർവ്യൂ കുമ്മനം രാജശേഖരൻ പറഞ്ഞൊരു ഡയലോഗ് ഞാനങ്ങ് പറയാം. ഭാരതം NDA BJP ഭരിക്കുന്നതാണ് ഇവിടുത്തെ ഇസ്ലാം മത വിശ്വാസികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. കാര്യം എന്താ? NDA ഭരിക്കുമ്പോൾ ഇവിടെ വർഗീയ ശക്തികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകളില്ല, മനസ്സിലായില്ലേ? വർഗീയ കലാപങ്ങളില്ല. കാര്യം നമ്മളെല്ലാവരും ഒരുമിച്ചാണ് കാണുന്നതെന്നാണ് കുമ്മനം രാജശേഖരൻ പറയുന്നത്. ഞാനെടുത്തൊരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞൊരു ഡയലോഗാ. പക്ഷെ അത് അങ്ങനെയല്ല. ഇതിൽ കള്ളന്റെ കയ്യിൽ താക്കോൽ കൊടുത്തിട്ട് പോകുന്ന പോലെയാണ്. എടാ നോക്ക്, ഇവിടെ
ഇടതുപക്ഷമാണ് കേരളം ഭരിക്കുന്നതെങ്കിൽ എത്രയോ സമരമുറകൾ, എത്രയോ സർക്കാർ ഓഫീസുകൾ തല്ലി തകർക്കും. ഇവിടെ സമരമില്ല. എന്തുകൊണ്ടാ? അവരാ ഭരിക്കുന്നവർക്ക് സമരം ചെയ്യാൻ പറ്റുമോ? നാഷണൽ ഹൈവേക്ക് ഞങ്ങൾ സ്ഥലം ഏറ്റെടുത്തു എന്ന് പറയുന്നു. ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി ഞങ്ങൾ പൂർത്തീകരിച്ചു. ഇതൊക്കെ ആരാടാ സമരം ചെയ്തേ? ഇത് ഇവരാ സമരം ചെയ്തേ. ഇവര് സമരം ചെയ്ത് മുറുകി പിടിച്ചോണ്ടിരിക്കുക. അധികാരത്ത് വരുമ്പോ പരിഹരിക്കുക. ഞങ്ങൾ പരിഹരിച്ചു. അപ്പൊ ആ പഠിച്ച ഉമ്മൻചാണ്ടി സാർ കുറെ പദ്ധതികളുണ്ടായി. പദ്ധതി ഉമ്മൻചാണ്ടി കൊണ്ടുവന്നത് അവസാനം ഉദ്ഘാടിച്ചത് പിണറായി. കണ്ണൂർ എയർപോർട്ട്, ഇത് മെട്രോ, ഇതിനൊക്കെ ഞങ്ങൾ സമരം ചെയ്യുക. എന്നിട്ട് അങ്ങോട്ട് അധികാരം മാറുമ്പോഴത്തേക്ക് ഞങ്ങളുടേതായി എന്ന് പറഞ്ഞു പോകുന്ന ഒരു ഇടതുപക്ഷ മുന്നണി. ഞാൻ ഈ ഒരു വിഷയത്തില് പി വി പറഞ്ഞ എനിക്ക് അതിഭീകരമാണ്. ഞാൻ എപ്പോഴും പറയുന്നൊരു സാധനമാണ്, എനിക്ക് പിണറായി വിജയനെ ഭയങ്കര ഇഷ്ടമാണ്. സഖാവ് പിണറായി വിജയനെ ഭയങ്കര ഇഷ്ടമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ തിരിഞ്ഞു നിന്ന് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. അത് പറയാനുള്ള ധാർമ്മികത പി വി ഉണ്ടോ എന്നുള്ളത് പിന്നെ പരിശോധിക്കാം. പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് ഒരാള്, പക്ഷെ ഈ ഒരാളുടെ ചുവട് പിടിച്ച് ഒരു 10 പേര് വന്നാൽ അതോടെ തീരും ഈ പിണറായിസം. ആ പിണറായിസത്തെ തകർക്കാൻ ഇവരെ കൊണ്ട് പറ്റത്തില്ല. നോക്കൂ, ഇ പി ജയരാജനെ ഇപ്പോൾ LDF സ്ഥാനത്ത് മാറ്റി വെച്ചിരിക്കുന്നു. ഇ പി ജയരാജൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ കണ്ണൂർ എന്നുള്ള നേതാവാണ്. അദ്ദേഹം BJP നേതാക്കന്മാരെ കണ്ടു എന്നതാണ് അദ്ദേഹത്തിനെതിരെ ആരോപണം. അപ്പോ ഇത് കണ്ടതല്ല പ്രശ്നം, ഇതിന്റെ ഉള്ളിലുള്ള കളി ഇത് കണ്ടതല്ല പ്രശ്നം. ഈ കണ്ടത് പുറത്തിറങ്ങി വിവാദമായതാണ് കണ്ടെത്തിയിരിക്കുന്നത്. നോക്കൂ, ഇവരൊക്കെ ആരോപിക്കുകയാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ വേണ്ടി തൃശ്ശൂർ പൂരം ആരാ കലക്കിയെ? പിണറായി പോലീസ്. അങ്ങനെയാണെങ്കിൽ ഈ തെറ്റ് ചെയ്ത ആരാ? പിണറായി വിജയനാ? അല്ല, അത് ഗോവിന്ദൻ മാഷ പറഞ്ഞിട്ടുണ്ട്. പൂരം കലക്കാൻ ഇതിന് മുന്നേയും പല ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഇവർ BJP ജയിപ്പിച്ചിട്ടുണ്ടോ? പൂരം കലക്കാൻ പല ശ്രമങ്ങളും നടത്തി. ഇപ്പോഴാണ് പൂരം കലക്കാൻ പറ്റിയത്. കഴിഞ്ഞ തൃശ്ശൂർ പൂരം കലക്കിയത് BJPക്ക് വേണ്ടിയാണോ എന്ന് എനിക്കറിയില്ല. എന്നാൽ പോലും പൂരം കലക്കാൻ പോലീസിന്റെ ഭാഗത്ത് ശ്രമം ഉണ്ടായിരുന്ന കാര്യത്തിൽ യാതൊരു വിധമായ തർക്കവുമില്ല. സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യൻ അവിടെ ആംബുലൻസിലോ പിന്നെ സൈക്കിളിൽ വിട്ടിട്ടോ എങ്ങനെയോ വരട്ടെ, അവിടെ വന്ന് ഈ കാര്യങ്ങളിൽ ഇടപെട്ടു. അത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം. കാരണം അദ്ദേഹം അവിടെ ഒരു പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഒരാളാണ്, രാഷ്ട്രീയ നേതാവാണ്, തൃശ്ശൂരിൽ രാഷ്ട്രീയ പ്രവർത്തന നേതാവാണ്. ഇപ്പോൾ ഞാനൊരു പഞ്ചായത്തിലെ ഒരു രാഷ്ട്രീയ നേതാവാണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ ഞാൻ പണ്ട് സജീവ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ഏരിയയിൽ ഭയങ്കര അടി നടക്കുന്നു. അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല, കാരണം അത് ഇടതുപക്ഷ കോട്ടയാണ്. ആ ഇലക്ഷന് ഞാൻ തോറ്റിട്ട് പിന്നെ കോവിഡും പിടിച്ച് വീട്ടിൽ ഇരിക്കുക. ഞാൻ ഇറങ്ങി പ്രശ്നം നടത്തുമ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്നു. അപ്പോൾ CPM നേതാക്കന്മാരുണ്ട്. അപ്പോൾ ഇവരൊക്കെ കൂടെ അവരൊക്കെ ചീത്ത വിളിക്കുന്നു. ഞാൻ വെറുതെ നടന്നങ്ങോട്ട് എന്താ പ്രശ്നം എന്ന് ചോദിക്കാൻ നിൽക്കുന്നു. 2 വണ്ടി പോലീസ് വന്ന് നിൽക്കുന്നു. ഇവർ ലാത്തി ചാർജ് ആരംഭിക്കുന്നു. ചന്തി അടിച്ച് പൊട്ടിക്കുന്ന രീതിയിലേക്കൊക്കെ പോയി ഈ സാധനം. അപ്പൊ എന്ന് പറയുന്ന പോലെ തൃശ്ശൂർ പൂരത്തിൽ ഒരു പ്രശ്നം നടക്കുന്നു എന്ന് പറയുമ്പോൾ സുരേഷ് ഗോപി എന്ന് പറയുന്ന അവിടെ മത്സരിക്കാൻ നിൽക്കുന്ന രാഷ്ട്രീയ നേതാവ് അവിടെ ഇറങ്ങി ഇടപെടണ്ടേ? അദ്ദേഹം ചെയ്തില്ലാത്ത എന്താ തെറ്റ്? ഇതിനകത്ത് ഗൂഢാലോചന ഉണ്ടെങ്കിൽ ഈ പറയപ്പെടുന്ന പിണറായി വിജയന്റെ BJP ബന്ധം തന്നെയാ. അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി അറിയാതെ അജിത് കുമാർ പോയിട്ട് അവരുമായിട്ട് ചർച്ച ചെയ്ത് അത്രയും വലിയ ആളാണ് അജിത് കുമാർ എന്നും എനിക്ക് തോന്നുന്നില്ല. പൂരം കലക്കിയതിന്റെ കൂടെ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. മുൻപ് ശബരിമല സുപ്രീം കോടതി വിധി വന്നില്ലേ, സ്ത്രീ പ്രവേശനം. അപ്പോൾ എല്ലാ വിഭാഗക്കാരും അതിനെ ഇരുകൈ നീട്ടി ചരിത്ര വിധി എന്നാണ് പലരും പറഞ്ഞത്. എല്ലാവരും പറഞ്ഞത് അങ്ങനെയാണ്. പക്ഷേ എപ്പോഴാണോ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ സമയത്ത് ഈ മണ്ഡലകാലത്ത് സ്ത്രീകൾക്ക് ശബരിമല ചവിട്ടാനുള്ള എല്ലാ സൗകര്യവും ഈ സർക്കാർ ചെയ്തു കൊടുക്കും എന്നൊരു സ്റ്റേറ്റ്മെന്റ് വന്നതിന് ശേഷമാണ് അത് മാറി മറിഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുവരെ എല്ലാവരും സപ്പോർട്ടായിരുന്നു. അതായത് നവോത്ഥാന നായകൻ ഞാനാണ് എന്ന് ഒരു വ്യഗ്രത നടത്തി. അദ്ദേഹം എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്? അപ്പോൾ അവിടെ സ്ത്രീകളെ പരിശോധിക്കാൻ വേണ്ടി ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു ഇല്ലേ? ആ പോസ്റ്റ് അങ്ങ് എടുത്ത് മാറ്റുക, പോകുന്നവര് പൊക്കോട്ടെ, മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു. ഈ നാമജപ ഘോഷയാത്ര നടത്തിയ സ്ത്രീകളെല്ലാം ചിലപ്പോൾ കെട്ടി ശബരിമലയ്ക്ക് പോകുമായിരുന്നു എന്നാണ് ഞാൻ. സുപ്രീം കോടതി വിധിച്ച എത്ര വിധികളാണ് ഇവർ നടപ്പിലാക്കാൻ വലിയ ആർജവത്തോടെ മുന്നിൽ വന്നതെന്ന് അറിയണ്ടേ? അപ്പൊ ഇതിൽ മാത്രം എന്താ, അതിലും ഇതുപോലൊരു അവിടെ ന്യൂനപക്ഷ പ്രകടനമാണ് ഇവർ ഉദ്ദേശിച്ചത്. അവരുദ്ദേശിച്ചത് ഞങ്ങൾ ഇങ്ങനെ ഇവരുടെ ഹൈന്ദവ മേൽക്കോമിക്കെതിരെ പോരാടുന്ന വലിയ സംഭവമാണ്. പക്ഷെ അത് BJPക്ക് ഒരു സഹായമായി എന്നാണ് എനിക്ക് BJP ഇവിടെ ജനമനസ്സുകളിൽ BJPക്ക് UDFന് സഹായമായി, കോൺഗ്രസിന് സഹായമായി. ആ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറവ് വോട്ടാ BJP കിട്ടിയത്. അതൊന്നും ഇപ്രാവശ്യം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്രാവശ്യം രണ്ടിടത്ത് ഒരു -5 വോട്ട് വിഹിതത്തിലല്ല. ഈ കുറെ കമ്മ്യൂണിസ്റ്റുകാർ, വിശ്വാസികളായ കുറെ കമ്മ്യൂണിസ്റ്റ് ആൾക്കാരുണ്ടല്ലോ, അവരെല്ലാം BJPയിലേക്ക് അവരൊരു BJP ചായ വന്നിട്ട് കോൺഗ്രസിന് വോട്ട് ചെയ്തു. അതാണ് സംഭവിച്ചത്. UDF വോട്ട് ചെയ്തു. അതാണ് BJPക്ക് വോട്ട് ചെയ്താൽ അവർ ജയിക്കില്ല, ഇവര് തന്നെ BJP അത് ജയിച്ചു വരട്ടെ. അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ പറയട്ടെ, പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയന്റെ ഓരോ പ്രവർത്തനങ്ങളിലും ഒരു പതിയെ ചെറിയ ഒരു BJP ചായ്വ് അവിടെ ഇവിടെയൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റും. അദ്ദേഹം വലിയ സ്മാർട്ടായിട്ട് കളിക്കുന്നു എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇപ്പൊ കൂട്ടത്തിൽ ഒരുത്തൻ തന്നെ വിളിച്ചു പറയുന്നത് ഇയാൾ BJP കാരനാണ്, ഇയാൾക്ക് BJP അനുഭവമാണ്, ഇയാൾക്ക് RSS ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ നിവൃത്തിയുള്ളൂ. പറയുന്നത് PV അൻവറല്ലേ, ഇടതുപക്ഷത്തിന്റെ MLA അല്ലേ? ഇനി ഒരൊറ്റ കാര്യം കൂടെയുള്ളൂ. ഇപ്പോ നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുന്നേ ഇപ്പോൾ PV അൻവർ പല വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു. എന്തൊക്കെയാണ് വെളിപ്പെടുത്താനുള്ളത് നമുക്കറിയില്ല.
ഇന്നലെ PV അൻവർ പറഞ്ഞ ഒരു കാര്യം, കോടിയേരി ബാലകൃഷ്ണന്റെ മൃതദേഹം AKG സെന്ററിൽ വച്ചിട്ടില്ല, അത് അദ്ദേഹത്തുള്ള അനാദരവാണ്. ഇനി വിനോദിനി ബാലകൃഷ്ണൻ അടുത്ത പത്രസമ്മേളനവുമായി വരാൻ സാധ്യതയുണ്ടോ? അതെനിക്കറിയത്തില്ല, അത് കോടിയേരി ബാലകൃഷ്ണന്റെ മക്കളോടോ ഭാര്യയോടോ ചോദിക്കുന്നത്. എന്നാൽ പോലും PV അൻവർ പറഞ്ഞത് കറക്റ്റ് അല്ലേ? അയാൾക്ക് അതിന്റെ പിന്നിലെ ചേതോവികാരം എന്താ? ടൂർ പോകണമായിരുന്നു, കുടുംബത്തോടെ ടൂർ പോകണമായിരുന്നു. അല്ലെങ്കിൽ ഇവിടെ കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയല്ല, പ്രസ്ഥാനമാണ്. കോടിയേരി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്, അതല്ല പ്രസ്ഥാനമാണ്. അദ്ദേഹത്തിനെ കോടിയേരി എന്ന വ്യക്തിയല്ല, പിണറായി എന്ന പ്രസ്ഥാനമാണ്. സമ്മതിച്ചു, എന്ത് പ്രസ്ഥാനം ആയിക്കോട്ടെ. ഒരു മനുഷ്യൻ മരണപ്പെട്ടു, അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിട്ടിരുന്ന AKG സെന്ററിലേക്ക് കൊണ്ടുവന്ന ഒരു പൊതുദർശനത്തിൽ വെച്ചിട്ട് അദ്ദേഹം പ്രവർത്തിച്ച പ്രവർത്തന മേഖലയാണ് തിരുവനന്തപുരമാണ്. അവിടെ നിന്ന് ഒരു വിലാപയാത്രയായിട്ട് അത് കണ്ണൂരിലേക്ക് നിങ്ങൾ ഫ്ലൈറ്റിൽ കൊണ്ടുപോകും. ഉമ്മൻചാണ്ടി എയർപോർട്ട് ഉണ്ടാക്കിയിട്ടില്ലേ, ഉദ്ഘാടനം ചെയ്തിട്ടല്ലേ ഉള്ളൂ. തിരുവനന്തപുരത്ത് നിന്ന് ഫ്ലൈറ്റ് പിടിച്ച് നിങ്ങൾ അവിടെ കൊണ്ടുപോയി ഇറക്കും, മട്ടന്നൂർ ഇറക്ക്. അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. എന്താ കൊണ്ടുപോകാതിരുന്നത്? ഇപ്പൊ നോക്കൂ, നമ്മുടെ നാട്ടിലെ ചെറിയ കഴിഞ്ഞ മാസം എൻ്റെ അമ്മാവ് മരണപ്പെട്ടു. അദ്ദേഹം പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി മെമ്പർ. 3 ഇടത്താണ് പൊതുദർശനം നടത്തിയത് അദ്ദേഹത്തെ പാർട്ടി. അത്രയും വലിയ സംവിധാനമുള്ള ഈ പാർട്ടി അവരുടെ അനിഷേധ്യരായ നേതാവിന്റെ ഭൗതിക ശരീരം തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് കൊണ്ടുപോയി ഒരു പൊതുദർശനത്തിന് വെച്ചില്ല എന്ന് പറയുന്നത് PV അൻവർ ആണ്. ശരി, PV അൻവർ, പിണറായി വിരുദ്ധൻ അൻവർ. അത് അങ്ങനെയാണ് PV അൻവറിന്റെ ഇനി മുതലുള്ള ഫുൾ ഫോം. പക്ഷേ PV അൻവറിന്റെ ഭാവി എന്താണെന്നുള്ളത് കണ്ടിട്ട് കാണാം. അങ്ങനെ ഈ പറയപ്പെടുന്ന MR അജിത്കുമാറും P ശശിയും മുഹമ്മദ് റിയാസും വീണയും ഉപദേശം ചൊല്ലിക്കൊടുക്കുന്ന ഒരു പിണറായി വിജയൻ മാത്രമൊന്നും അല്ല, വേറൊരു പിണറായി വിജയനുണ്ട്. അത് PV അൻവർ കാണും. ഒരു 51 വെട്ട് പ്രതീക്ഷിക്കാം. അല്ല, അതൊന്നുമില്ല, അതിനുള്ള ധൈര്യം തൽക്കാലമില്ല. ജനങ്ങളെ പേടിയുണ്ടല്ലോ. തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണാം.